അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, 1,24,000-ലധികം നബിമാരും 313 മുർസലുകളും ഉണ്ടായിരിക്കെ ആകെ 25 നബിമാരുടെ പേരുകൾ മാത്രമാണ് ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പേര് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെതാണ്. എന്നാൽ നമ്മുടെ നബിയായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ആകെ 4 തവണ മാത്രമാണ് ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. അവ ആദ്യമായി സൂറത്തുൽ ആലിമ്രാനിലെ 144-ാമത്തെ ആയത്തിലും പിന്നീട് സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ ആയത്തിലും സൂറത്തുൽ മുഹമ്മദിലെ 2-ാമത്തെ ആയത്തിലും സൂറത്തുൽ ഫത്ഹിലെ 29-ാമത്തെ ആയത്തുകളിലുമാണ് പരാമർശിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നബിയുടെ പേര് ആകെ 4 തവണ മാത്രം പരാമർശിക്കാൻ കാരണം? ഇതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖുർആനിൽ ഒരു തവണ പോലും നമ്മുടെ നബിയുടെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്തിട്ടില്ല. അത് നബി തങ്ങളോടുള്ള ബഹുമാനം കാരണമാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. എന്നാൽ മറ്റു നബിമാർക്ക് അങ്ങനെയല്ല, അവരെ പേര് വിളിച്ചാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. നമ്മുടെ നബിയുടെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്തത് യാ അയ്യുഹൻ നബി എന്നോ യാ അയ്യുഹർ റസൂൽ എന്നോ അൽ മുസമ്മിൽ എന്നോ അൽ മുദ്ദസിർ എന്നോ വിളിച്ചാണ് ചെയ്തിട്ടുള്ളത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, സ്നേഹമുള്ളവരെ പേര് വിളിച്ചല്ലോ ചെയ്യാറുള്ളത്. പ്രിയരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്ന ഈ ഖുർആൻ സമ്മിറ്റിൽ നബിതങ്ങളുടെ പേര് പരാമർശിച്ച 4 ആയത്തുകളും അവയുടെ പാരായണവും പശ്ചാത്തലവും ആശയവുമാണ് ഇവിടെ നമ്മളെല്ലാവരും അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യമായി തന്നെ സൂറത്തുൽ ആലിമ്രാനിലെ 144-ാമത്തെ ആയത്തിൽ നബിതങ്ങളുടെ പേര് പരാമർശിച്ചത് നമുക്കിവിടെ കേൾക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتلا انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين وما كان لنفس أن تموت إلا بإذن الله كتابا مؤجلا ومن يرد ثواب الدنيا نؤته منها ومن يرد ثواب الآخرة ومن يرد ثواب الآخرة نؤته منها وسنجزي الشاكرين. ഉഹുദ് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു. ഉഹുദ് മലയുടെ പിറകിൽ നിന്നും ശത്രുക്കൾ ആക്രമിക്കുന്നു. മുസ്ലിമുകൾ പരിഭ്രാന്തരായി ചിന്നിച്ചിതറി. ഇതിനിടയിൽ നബി തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന കള്ളവാർത്ത പ്രചരിപ്പിച്ചു. ഈ കള്ളവാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഈ അവസരം കൊണ്ട് ദുർബല വിശ്വാസികൾ കപട വിശ്വാസികളെ പിന്തിരിപ്പിക്കാൻ നോക്കി. ചിലർ പിന്തിരിഞ്ഞു. ഈ പശ്ചാത്തലത്തെ പ്രമേയമാക്കി ഇറങ്ങിയ വചനമാണിത്. നബി തങ്ങൾ മറ്റു പ്രവാചകനെ പോലെ മരണം വരിക്കും, എന്നാൽ നബി തങ്ങൾ ഉയർത്തിപ്പിടിച്ച ആശയം നിലനിൽക്കും. ആ ആശയം മുറുകെ പിടിച്ച് മുന്നേറുകയാണ് വിശ്വാസികളുടെ കടമ. നബി തങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു ദൂതനാണ്. നബി തങ്ങൾ മറ്റ് അമ്പിയാക്കളെ പോലെ മരണം വരിക്കും. നബി തങ്ങൾ കൊല്ലപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണോ?
അള്ളാഹുവിന് ഒരു ദ്രോഹവും വരുത്തുകയില്ല. നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകും. നബിതങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്, ആരാധ്യനല്ല. മലക്കോ അല്ല, ജിന്നല്ല, മനുഷ്യൻ, അസാധാരണ മനുഷ്യൻ. മറ്റു അമ്പിയാക്കളെ പോലെ മരണം വരിക്കും എന്ന് വരുത്തുകയാണ് നബി തങ്ങളുടെ പേര് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സൂറത്തുൽ അഹ്സാബിലെ 40-ാം ആയത്ത് കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ അലീമാ. നബി തങ്ങളുടെ വളർത്തുമകനായിരുന്നു സെയ്ദുറുല്ലാഹു. ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഏക സുഹാബി. അടിമയായിരുന്ന അദ്ദേഹത്തെ ഖദീജ ബീവിയാണ് നബി തങ്ങൾക്ക് സമ്മാനിച്ചത്. നബി തങ്ങൾ അദ്ദേഹത്തെ സ്വന്തം മകനെ പോലെ വളർത്തുകയും ചെയ്തു. അക്കാലത്തുള്ളവർ സെയ്ദുറുല്ലാഹുവിനെ മുഹമ്മദ് നബിയുടെ മകൻ സെയ്ദ് എന്ന് വിളിച്ചിരുന്നു. സെയ്ദുറുല്ലാഹുവിനെ നബി തങ്ങളുടെ അമ്മയുടെ മകളായ സൈനബ് ബിൻത് ജയ്ഷ് റളിയല്ലാഹു വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷേ അവരുടെ ദാമ്പത്യം വിജയമായിരുന്നില്ല. സെയ്ദുറുല്ലാഹു അദ്ദേഹത്തെ വിവാഹമോചനം കഴിക്കാൻ ആയിരിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം വേർപ്പെടുത്താൻ ഉപദേശിച്ചു. അവസാനം സെയ്ദുറുല്ലാഹു സൈനബ് റളിയല്ലാഹുവിനെ വിവാഹമോചനം കഴിക്കാനായി. അതിനുശേഷം നബി തങ്ങളോട് സൈനബ് അള്ളാഹുവിനെ വിവാഹം കഴിക്കാൻ നബി തങ്ങളോട് അള്ളാഹുവിനെ കൽപ്പനയുണ്ടായി. അതിനുശേഷം ഈ അറബ് നാടുകളിൽ വളരെ വിവാദം ഉണ്ടാക്കി. കാരണം വളർത്തുമകൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നത് സ്വന്തം മകൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നത് പോലെ തെറ്റാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഈ വിശ്വാസം തീർക്കാനാണ് ഖുർആൻ ആയത്താക്കിയത്. ഒരു പുരുഷനെ പിതാവല്ല നബി തങ്ങൾ. അവിടെ നന്റെ പ്രവാചകനാണെന്നും ഈ ആയത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. നബി തങ്ങൾക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ വന്നിട്ടില്ല, എന്നെ ഒരിക്കുമില്ല. അവിടെ നന്ദി പ്രവാചകനാണെന്ന് തീർച്ച. ഇനി നമുക്ക് സൂറത്തുൽ മുഹമ്മദ് 2-ാമത്തെ ആയത്ത് കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم. വിശുദ്ധ ഖുർആനിലെ 47-ാം അധ്യായമായ സൂറത്ത് മുഹമ്മദ് നബിയുടെ പേരിൽ അറിയപ്പെടുന്ന സൂറത്താണിത്. ശത്രുക്കളുടെ പീഡനം സഹിക്കാനാവാതെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ്. ആ സന്ദർഭത്തിൽ അവതരിപ്പിച്ച സൂക്തം ഈ അധ്യായത്തിലാണുള്ളത്. ഈ സൂറത്ത് മുഹമ്മദ് നബിയുടെ പേരിൽ പരാമർശിച്ചത് കാരണം അള്ളാഹുവിൽ നബിതങ്ങളിലേക്കും ഊന്നിപ്പറയുക എന്നതുകൊണ്ടാണ്. സത്യവിശ്വാസികളെ കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന സന്തോഷ വാർത്ത ഈ അധ്യായത്തിലുണ്ട്. ഇനി സൂറത്തുൽ ഫതഹിലെ 29-ാം ആയത്ത് കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم
وهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات مغفرة وأجرا عظيما. സൂറത്തുൽ ഫതഹ് ഖുർആനിലെ 48-ാം അധ്യായമാണ്. വിജയം എന്നാണ് സൂറത്തുൽ ഫതഹിന്റെ അർത്ഥം. നബിയും അനുയായികളും മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ ഉദ്ദേശിച്ചു വരികയാണ്. ഹുദൈബിയ എന്ന നഗരത്തിലെത്തിയപ്പോൾ മക്കയിലെ ഖുറൈശികൾ അവരെ തടഞ്ഞു. ഇത് ഹിജറ 6-ാം വർഷമായിരുന്നു നടന്നത്. ഈ സാഹചര്യത്തിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ ഒരു കരാർ എഴുതപ്പെട്ടു. ഈ കരാർ പുറമേക്ക് നോക്കുമ്പോൾ ഇസ്ലാമികൾക്ക് പ്രതികൂലമായി തോന്നുമെങ്കിലും വാസ്തവത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിൽ വലിയ വഴിത്തിരിവായി. ഈ കരാറിന് ശേഷമാണ് സൂറത്തുൽ ഫതഹ് അവതരിപ്പിച്ചത്. ഈ കരാറിന് ശേഷം മുനാഫിക്കുകളും സംഘവും നബിയെയും സംഘത്തെയും പല വിധത്തിൽ ആക്ഷേപിച്ചു. എന്നാൽ ഇതിനൊക്കെ ഖണ്ഡിച്ചുകൊണ്ടാണ് സത്യവിശ്വാസികളുടെ മഹത്വവും അവരുടെ പ്രതിഫലവും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചത്. ഈ സൂറത്തിലെ അവസാന ആയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന കാര്യം പറഞ്ഞാണ് ആയത്ത് ആരംഭിക്കുന്നത്. പിന്നീട് സ്വഹാബത്തിന്റെ പ്രതിഫലവും അവരുടെ മഹത്വവും സവിസ്തരം പറയുന്നു. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന കാര്യം ഊട്ടി ഉറപ്പിക്കാനും പിന്നീട് അവിടുന്ന് സഹായിച്ച അനുജന്മാർക്കുള്ള അംഗീകാരമായിരിക്കണം ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. പ്രിയരെ, നാം ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ച നബി തങ്ങളുടെ പേര് പരാമർശിച്ച 4 ആയത്തുകളും അവയുടെ പാരായണവും ആശയവും പശ്ചാത്തലവുമാണ് നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇതോടെ നമ്മളിവിടെ അവതരിപ്പിച്ച ഈ ഖുർആൻ സമിറ്റ് ഇവിടെ പൂർത്തിയാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.